ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ദി ഗാർഡൻ മേക്കർ. നമ്മുടെ ഉദ്യാനത്തിൽ വാട്ടർ പ്ലാന്റ്സിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. വളരെ മനോഹരങ്ങളാണ് ആമ്പൽപ്പൂക്കൾ. പണ്ട് കാലങ്ങളിലൊക്കെ വലിയ ആമ്പൽ കുളങ്ങളിലൊക്കെ കണ്ടിരുന്ന നൈറ്റ് ബ്ലൂമേഴ്സ് ആയിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഏതെല്ലാം കളറുകളിലുള്ളതും സിംഗിൾ പെറ്റലും മൾട്ടി പെറ്റലും ഒക്കെ ആയിട്ട് വിവിധ തരം വാട്ടർ ലില്ലീസ് ഉണ്ട്. ഇവയുടെ കെയറിങ് ഒക്കെ വളരെ ഈസിയാണ്. അതുപോലെ അതിൻ്റെ പ്രൊപ്പഗേഷനും പ്ലാന്റിങ് മെത്തേഡും ഒക്കെ നമ്മുടെ പല വീഡിയോസിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കയറി കണ്ടു നോക്കണേ. ഈ ആമ്പൽ ചെടികളിൽ തന്നെ വിവിപാരസ് ആയിട്ടുള്ളതും ട്യൂബർ പ്ലാന്റ്സ് നിന്ന് നട്ടുപിടിപ്പിക്കുന്നവയായ കുറേയധികം വെറൈറ്റീസ് ഉണ്ട്. ഈ വിവിപാരസായ ആമ്പലുകളെന്ന് പറയുമ്പോൾ അതിൻ്റെ മെച്ചുറായ ഇലകളിൽ ചെറിയ നോട്ട്സ് കാണും. അങ്ങനെ നോട്ട്സ് ഉള്ള ഇലകളെ നമ്മൾ എടുത്ത് കമഴ്ത്തിയിട്ടാൽ ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് അതിൽ നിന്ന് പുതിയ പ്ലാന്റുകൾ മുളച്ചു തുടങ്ങും. അതിന് നമുക്ക് വേറെ ചട്ടികളിലൊക്കെ എടുത്ത് നട്ടുവെച്ചാൽ പുതിയ പ്ലാന്റുകൾ കിട്ടും. എന്നാൽ ട്യൂബർ പ്ലാന്റ്സ്, ചിലത് വിവിപാരസ് അല്ലാത്ത ആമ്പലുകളെ നമുക്ക് ട്യൂബർ പ്ലാന്റ്സ് ആണ് കിട്ടുന്നത്. ആ ട്യൂബറുകൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഫോം ചെയ്യും. ആ ട്യൂബറുകൾ അടർത്തിയെടുത്ത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാം. കൂടുതൽ സേഫായിട്ട് നമുക്ക് കൊറിയർ ചെയ്യാനൊക്കെ ട്യൂബർ പ്ലാന്റ്സ് ആണ് നല്ല ദൂര സ്ഥലങ്ങളിലേക്കെല്ലാം നമുക്ക് ട്യൂബർ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കാം. ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും സേഫായിട്ട് കൊറിയർ ചെയ്യാൻ പറ്റുന്നത് ട്യൂബർ പ്ലാന്റ്സ് ആണ്. അതുപോലെ ട്യൂബർ പ്ലാന്റ്സിൽ നിന്ന് ഒന്നിലധികം തൈകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു ഫ്ലവറിങ് പ്ലാന്റ് നട്ട് നമ്മൾ ഒരുപാട് നാൾ കഴിയുമ്പോഴേ നമുക്ക് അതിൽ നിന്ന് തൈകൾ കിട്ടുകയുള്ളൂ. എന്നാൽ ട്യൂബർ പ്ലാന്റ്സ് നടുമ്പോൾ ഒന്നിലധികം തൈകൾ കിട്ടുകയും കൂടുതൽ സേഫായിട്ട് നമുക്ക് കൊറിയറിൽ എത്തിച്ചേരാനും അയക്കാനും ഒക്കെ പറ്റുന്നത് ട്യൂബർ പ്ലാന്റ്സ് ആണ്. അതുപോലെ നല്ല സ്പേസ് കൊടുത്താൽ ഈ ആമ്പൽ ചെടികളെ നല്ല വലിയ പൂക്കളും കിട്ടും, നന്നായിട്ട് വളർത്തിയെടുക്കാനും പറ്റും. ഈ ടബിന് വെളിയിലേക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇലകൾ കിടക്കുകയാണെങ്കിൽ ആ ഇലകളൊക്കെ കരിയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോഴും ഒരുപാട് ഇലകളുടെ ആവശ്യമൊന്നും ആമ്പലിനില്ല. അത് നമുക്ക് മെച്ചുറായ ഇലകളാണെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ അല്ലെങ്കിൽ അതിനെ എടുത്ത് നമ്മൾ ടബിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇലകളെ പിടിച്ചങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ആമ്പലായാലും താമരയായാലും നല്ല വെയിൽ, 8 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വളർത്തണം. യാതൊരു ഷെയ്ഡഡ് ഏരിയാസിലും നമ്മൾ ആമ്പൽ പ്ലാന്റ്സ് വളർത്താൻ പറ്റുന്നതല്ല. അത് നശിച്ചു പോകും. അതിൽ നിന്ന് വെള്ളമൊക്കെ വീണ് ആ പ്ലാന്റ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ താമരയെ അപേക്ഷിച്ച് ആമ്പലിനാണ് ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് കാണുന്നത്. അതിൻ്റെ ഇലകളിലും ഇലയുടെ അടിയിലും ടബിലും ഒക്കെ ഒച്ച് ധാരാളം കാണും. അതിന് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ കാണുന്ന ക്യാബേജിൻ്റെ ഇല, മാവില ഇതൊക്കെ ഇട്ട് കൊടുത്താൽ കുറേയൊക്കെ ഒച്ചിന് നമുക്ക് അതിലൂടെ കിട്ടും. ആ ഒച്ചിനെ എടുത്ത് ചെറിയ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ട് ആ ഉപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ അതിനെ നശിപ്പിക്കാം. പിന്നെ വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നത് തുരിശാണ്. തുരിശ് നമുക്ക് ചെറിയ അളവിൽ വടക്കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അതിനെ വെള്ളത്തിൽ കലർത്തിയിട്ട് ആ വെള്ളം ടബിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ചെറിയ തരികൾ ചെടിയൊന്നും തട്ടാതെ ടബിലേക്ക് ഇട്ട് കൊടുത്താലും ഈ ഒച്ചിനെ റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. തുരിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തന്നെ ഒച്ചുകളെല്ലാം തന്നെ ടബിന് മുകളിലേക്ക് ചത്തു പൊങ്ങി വരും. അപ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് പുതിയ വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് താമരയായാലും ആമ്പലായാലും ഒക്കെ നമ്മൾ ഇതിനെ തുരിച്ചുപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ടബുകളിൽ ഉണ്ടാകുന്നത്. ഏത് ടബായാലും താമരയുടെയും ആമ്പലിൻ്റെയും ടബുകൾ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കണം. മോശമായ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ, കേടായ ഇലകളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞ്, എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പറക്കിക്കളഞ്ഞ് വേണം നമ്മുടെ ടബുകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ. താമരപ്പൂക്കളും ആമ്പൽപ്പൂക്കളും ഒക്കെ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വളരെ നയനമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. വാട്ടർ ലില്ലീസിൽ നിന്നും ധാരാളമായിട്ട് തൈകൾ നമുക്ക് കിട്ടും. അത് ട്യൂബർ പ്ലാന്റ്സ് ആയാലും വിവിപാരസായ വാട്ടർ ലില്ലീസിൽ നിന്നും ഒരുപാട് തൈകൾ കിട്ടാറുണ്ട്. അതൊരു നല്ല വരുമാന മാർഗ്ഗം കൂടിയാണ്. ആമ്പലും താമരയും ഒക്കെ നട്ടു വളർത്തുന്നത് വളരെ ഉപകാരപ്രദമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് ശ്രദ്ധ കൊടുത്താൽ ഇവയെ
വളരെ നന്നായിട്ട് വളർത്താൻ കഴിയും. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നമ്മുടെ വീഡിയോസിന് താഴെയൊന്ന് രേഖപ്പെടുത്തണം. എല്ലാ കൂട്ടുകാർക്കും ദി ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ വളരെയധികം നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.